എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നല്ല സ്പോഞ്ച് പോലുള്ള മാങ്ങ വെച്ചിട്ടുള്ള ഒരു അടിപൊളി കേക്കിൻ്റെ റെസിപ്പി നോക്കാം. നല്ല പഴുത്ത മാങ്ങ വെച്ചിട്ടുള്ളൊരു സൂപ്പർ ടേസ്റ്റിലുള്ളൊരു കേക്കാണ്. ഇപ്പോൾ മാങ്ങയുടെ സീസണൊക്കെ വരാൻ പോവാണ്. അപ്പം നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ല ഒരു അടിപൊളി കേക്കാണ്. അപ്പോൾ ഇത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ കേക്കിന്. നല്ല പഞ്ഞി പോലുള്ളതാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. കേക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മാങ്ങയുടെ പൾപ്പ് വേണം. അതായത് ഫ്രഷ് ആയിട്ടുള്ള മാങ്ങ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതെടുക്കാം, നല്ല മധുരമുള്ളത്. ഇവിടെ മധുരമുള്ള മാങ്ങ അങ്ങനെ എപ്പോഴും കിട്ടാറില്ല. അതുകൊണ്ട് ഞാൻ ഈ ടിന്നിലുള്ള മാംഗോ പൾപ്പാണ് എടുക്കുന്നത്. ഇത് കേസർ മാംഗോ പൾപ്പാണ്. നല്ല മധുരവും നല്ല കളറും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാംഗോ പൾപ്പാണിത്. അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത് ഞാൻ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ നല്ല മധുരമൊക്കെ ഉള്ളതാണ്. അതുപോലെ ഇത് ആവശ്യാനുസരണം നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മൾ ഈ റെസിപ്പിക്ക് വേണ്ടിയിട്ട് 1/2 കപ്പ് മുതൽ 1 കപ്പ് വരെ നിങ്ങൾക്ക് മാംഗോ എടുക്കാവുന്നതാണ്. ഇനി ബാക്കി ഉള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്കിതിലേക്ക് 3 മുട്ടയാണ് വേണ്ടത്. ഇത് റൂം ടെമ്പറേച്ചറിലുള്ള 3 മുട്ടയാണ്. ഈ മുട്ടയിലേക്ക് നമുക്കിനി പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1 കപ്പ് പഞ്ചസാരയാണ് ഇതിലേക്ക് വേണ്ടത്. പൊടിക്കാത്ത പഞ്ചസാരയാണ് നമ്മൾ ചേർക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മിക്സിയുടെ ജാറിലിട്ടോ വിസ്ക് വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഹാൻഡ് ബ്ലെൻഡർ വെച്ചിട്ടോ നന്നായിട്ടിത് വിസ്ക് ചെയ്തെടുക്കാം. നല്ല ക്രീമി ആവുന്നവരെ ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ 100 ഗ്രാം ബട്ടർ ഒന്ന് ഉരുക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബട്ടറിന് പകരം നിങ്ങൾക്ക് 1/2 കപ്പ് റിഫൈൻഡ് ഓയിലും എടുക്കാവുന്നതാണ്. ബട്ടറും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ 1/2 കപ്പ് മാംഗോ പൾപ്പാണ് ചേർക്കുന്നത്. ഫ്രഷ് ആയിട്ടുള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ തൊലി കളഞ്ഞതിന് ശേഷം മിക്സിയിലിട്ടൊന്ന് അടിച്ചിട്ട് ഇതിലേക്ക് ചേർക്കാം. 1/2 കപ്പ് മതി ഇപ്പോൾ. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടി എന്ന് പറയുമ്പോൾ 1/2 കപ്പ് മൈദയാണ് നമ്മൾ എടുക്കുന്നത്. 1 കപ്പ് എന്ന് പറയുന്നത് 240 മില്ലിയുടെ കപ്പാണ്. അപ്പോൾ 1 കപ്പും 1/2 കപ്പും നമ്മൾ ചേർക്കുന്നുണ്ട്. അതുപോലെ ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂണാണ് വേണ്ടത്. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ വേണം. അതുപോലെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് 1 നുള്ള് ഉപ്പ്. നന്നായിട്ട് തന്നെ അരിച്ചൊന്നെടുക്കുക. ഇനി നമുക്കിത് ഒന്നുകൂടെ ഒന്ന് മിക്സാക്കി എടുക്കാം. മിക്സാക്കാൻ വേണ്ടിയിട്ട് ബീറ്റർ മാറ്റി വെച്ചിട്ട് കൈവച്ചിട്ട് ചെയ്യാം. ഞാനിവിടെ ചെറിയ സ്പീഡിൽ ഈ ബീറ്റർ വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുത്തു. അതിനുശേഷം നമ്മളൊരു സ്പാറ്റില വെച്ചിട്ട് മിക്സ് ചെയ്തെടുത്തു. നല്ല ഫ്ലഫി ആയിട്ടുള്ള ഒരു ബാറ്ററാണ്. ഇതിനി നമുക്ക് കേക്ക് ടിന്നിലേക്ക് മാറ്റാം. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 8 ഇഞ്ചിൻ്റെ റൗണ്ടായിട്ടുള്ള ഒരു കേക്ക് ടിന്നാണ്. 8 ഇഞ്ചോ 9 ഇഞ്ചോ ഒക്കെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. പാത്രത്തിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ഇതേ സമയം നിങ്ങൾ പ്രീ ഹീറ്റ് ചെയ്ത് വെക്കുക. ഓവനാണെന്നുണ്ടെങ്കിൽ ഓവൻ പ്രീ ഹീറ്റ് ചെയ്യുക, കുക്കറാണെന്നുണ്ടെങ്കിൽ കുക്കർ പ്രീ ഹീറ്റ് ചെയ്യുക. നന്നായിട്ടൊന്ന് തട്ടിക്കൊടുത്ത് എയർ ബബിൾസ് ഒക്കെ കളഞ്ഞിട്ട് നമുക്കിത് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. 180 ഡിഗ്രിയിൽ 40 മിനിറ്റാണ് നമ്മളിത് ബേക്ക് ചെയ്ത് എടുക്കുന്നത്. 30 മിനിറ്റിന് ശേഷം നിങ്ങൾക്ക് ഒരു ടൂത്ത് പിക്ക് ഇൻസേർട്ട് ചെയ്ത് നോക്കാം. ക്ലീൻ ആയിട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ 10 മിനിറ്റ് കൂടെ ബേക്ക് ചെയ്യാം. ഞാനിവിടെ 40 മിനിറ്റ് എടുത്തിട്ടാണ് ഈ കേക്ക് ബേക്ക് ചെയ്ത് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് തന്നെ ബേക്കായി നല്ലതായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഈ കേക്ക് നിങ്ങൾക്ക് ഇങ്ങനെ സ്പോഞ്ച് കേക്കായിട്ടും സെർവ് ചെയ്യാവുന്നതാണ്. അതല്ല നിങ്ങൾക്ക് വിപ്പിംഗ് ക്രീമും അതുപോലെ മാംഗോ പൾപ്പൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഫ്രോസ്റ്റിങ്ങും ചെയ്തും എടുക്കാവുന്നതാണ്. അപ്പോൾ നല്ല സോഫ്റ്റാണ്. ഒരു പ്രത്യേക ടേസ്റ്റുള്ള കേക്കാണ് ഈ കേക്ക്. ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല സ്പോഞ്ച് പോലെ വന്നിട്ടുണ്ട് അതിൻ്റെ ടെക്സ്ചറും എല്ലാം. ഇതിപ്പോൾ ചൂടോടെയാണ് നമ്മളിത് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. തണുക്കുമ്പോൾ ഒന്നുകൂടെ നല്ല സോഫ്റ്റും അതുപോലെ തന്നെ ടേസ്റ്റുമാണ്. ഈ കേക്കിലേക്ക് ബട്ടർ ഉരുക്കിയത് ചേർക്കുമ്പോഴാണ് ഒന്നുകൂടെ നല്ല ടേസ്റ്റ് കിട്ടുക റിഫൈൻഡ് ഓയിലിനെക്കാട്ടിലും. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല പഞ്ഞി പോലുള്ള കേക്കാണ്. ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്